അപ്പോൾ ഞാനും അമ്മണും കൂടിയിട്ട് വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു മലയാളി കട എന്ന് പറയാൻ പറ്റില്ല, ഒരു പഞ്ചാബി സ്റ്റോറിലത് അവിടെ വെയിലടിച്ചിട്ട് നോക്കിയ സൺകിസ്റ്റാണ് അമ്മണും. അപ്പം നമ്മൾ ആ ഷോപ്പിൽ പോവാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് കാൽഗരിയിലേക്ക് മൂവ് ചെയ്തപ്പം ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ആ ഷോപ്പ്. എന്താ വെച്ചാൽ ഞങ്ങൾ BC-യിൽ നിന്നാണല്ലോ വന്നത്. അപ്പോൾ അവിടെ ഒരു റൂറൽ ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആകെ കൂടി വാൾമാർട്ടും നോഫ്രിൽസും സേഫയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ നമ്മുടേതായ ഇൻ്റർനാഷണൽ ഗ്രോസറി ഐറ്റംസും സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടും അവിടെ. പക്ഷേ മെയിൻലി വെജിറ്റബിൾസ്, മട്ട റൈസ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ കിട്ടാൻ. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ നിന്ന് കാൽഗരിക്കോ വാങ്കോവറിലൊക്കെ പോകുന്ന എല്ലാവരും ഉണ്ടെങ്കിലും വിളിക്കും കേട്ടോ. എല്ലാവരും ചേച്ചി എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ പറയും. അപ്പോൾ നമുക്കും ഒരു വിഷമമായിരുന്നു. അങ്ങനെ അവരോട് ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് കൊണ്ടിരിപ്പിക്കുമ്പോൾ അതൊരു വിഷമമായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള കാര്യം അവരിങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും അങ്ങനെ അതൊരു വിഷമമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ദൈവം അനുഗ്രഹിച്ച പോലെ 2.5 വർഷം അവിടെ റൂറൽ ഏരിയയിൽ നിന്നതിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള പോലെ, എന്താ പറയുക, വേപ്പില കഴിഞ്ഞാൽ പോലും വീടിൻ്റെ ബാക്കിൽ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നുള്ളൊരു സെറ്റപ്പായി. ഇന്ന് പ്ലസ് ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് ജാക്കറ്റൊന്നും ഇടാതെ ഇറങ്ങിയത് കേട്ടോ. നല്ല ഒരു ക്ലൈമറ്റാണ്. ശരിക്കും വീടിൻ്റെ ബാക്കിൽ നടന്ന 2 മിനിറ്റ് എടുക്കില്ല ആ ഷോപ്പിലെത്താനായിട്ട്. അത് വലിയൊരു അനുഗ്രഹമായി. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ലെഗസി ഗ്രോസറി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഗ്രോസറി എല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഒന്നുമില്ലാത്ത അങ്ങനൊരു റൂറൽ ഏരിയയിൽ നിന്ന് വന്നിട്ട് എനിക്കിത് വലിയ അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തേക്കണേ. എല്ലാ തരത്തിലുള്ള റൈസും ഉണ്ട്. മറ്റേത് ഞാൻ മട്ട റൈസ്, ഇഡ്ഡലി റൈസൊക്കെ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ വാങ്ങിക്കാറ്. ഞങ്ങളങ്ങനെ വലിയ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ കാൽഗരി വാങ്കോവറൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നല്ലാതെ അങ്ങനെ പോവാറില്ല ട്രിപ്പായിട്ടൊന്നും. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ എണ്ണ, പിന്നെ ഈ പൂജാ വസ്തുക്കൾ, മറ്റേ നമ്മൾ ചന്ദനം, കളഭം, തിരി, അങ്ങനത്തെ ചന്ദനത്തിരി, പിന്നെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ജോലിയൊക്കെ കിട്ടട്ടെ, ഇടയ്ക്ക് പോയിട്ട് ഓരോന്നും ഇങ്ങനെ വാങ്ങണം എന്നുള്ള ഒരു ഇതിൽ ഗണപതിനെയൊക്കെ എടുത്തൊന്ന് സമാധാനിപ്പിച്ച് അവരുടെ ചെവിയിൽ ഇതൊക്കെ ഞാൻ സൂത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേഗം ജോലി വാങ്ങിച്ച് തന്നിട്ട് വേണം നിങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനും അവരുമായിട്ടുള്ളൊരു സംഭാഷണമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ തിരിച്ച് വെച്ച് ഒരു ബൈയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. ഇവിടെ എല്ലാം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടമാണ് ഇങ്ങനെ പോവാനും കാണാനും. പിന്നെ നമ്മൾ ദീപാവലിയായപ്പോൾ ഇവിടുന്ന് പൂക്കൾ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇഡ്ഡലി ദോശ ബാറ്റർ കണ്ടോ, ഭയങ്കര പൈസ കൂടുതലാണ് കേട്ടോ, എത്രയായാലും അത് ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ വീട്ടിൽ അരയ്ക്കുന്നതുകൊണ്ട് ഇഡ്ഡലി റൈസ് കിട്ടും, ഉഴുന്ന് കിട്ടും. പിന്നെ നമുക്ക് അരയ്ക്കാൻ എന്താ പാട്, നമുക്ക് ചെയ്യാമല്ലോ. പിന്നെ ഇതൊക്കെ വെജിറ്റബിൾസ്. എനിക്ക് വെണ്ടക്കായൊക്കെ അവിടെയും കിട്ടുമായിരുന്നു മറ്റേ BC-യിലായിരുന്നപ്പോൾ. പക്ഷെ ഇവിടെ മറ്റേ ഈ മുരിങ്ങക്കോല്, കൊത്തമര, അമരപ്പയർ, ഇതൊന്നും എനിക്കവിടെ കിട്ടാറില്ല. ഗോവക്കായ, ഇതൊന്നും അവിടെ ഈ ബേസിക്കായിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, നമ്മുടെ ക്യാരറ്റ്, പച്ചമാങ്ങ പോലും അവിടെ കിട്ടില്ല. പച്ചമാങ്ങയൊക്കെ ഫ്രോസണാണ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നത്. അവിടെ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ, ക്യാബേജ്. അപ്പം ഞാൻ വാൾമാർട്ടിൽ പോലെ തന്നെ കുറവായിരുന്നു. എനിക്കറിയാം അവിടെ എന്താ ഉണ്ടാവുകയെന്ന്. അപ്പോൾ അത് സജിയോട് പറഞ്ഞ് സജി വാങ്ങിച്ചിട്ട് വരും. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, മില്ലറ്റ്സ്, റാഗിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങി. ബാജ്ര, കുറേ ഫ്ലോറുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സമാധാനമാണ്. വീടിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം കിട്ടുമല്ലോ, അത്യാവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനം. പിന്നെ എല്ലാ ഫ്രോസൺ ഐറ്റംസ് കുറേ ഉണ്ടല്ലോ. പിന്നെ എല്ലാ വെജിറ്റബിൾസ് ഇതുപോലെ തന്നെ ഫ്രോസണായിട്ടും വരും. അപ്പം അതാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഞാൻ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഈ സ്നാക്സ് ഐറ്റംസൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഉഴുന്നുവട ഞാൻ പിന്നെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇലയപ്പം കണ്ടോ, ഈ നെയ്യപ്പം, അതൊന്നും നമ്മൾ വാങ്ങിച്ചിതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിനോട് എനിക്ക് വലിയ, ചിലപ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ ഇതുവരെ അങ്ങനെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ മുറുക്ക് ഐറ്റംസ്, മിക്സർ എല്ലാം ഉണ്ട്. പോയിക്കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങിക്കും. അപ്പോൾ
അത് പരമാവധി വാങ്ങിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കാൻ പോവാതിരിക്കുകയാണ് നല്ലത് സ്നാക്സ് സ്ഥലത്തേക്ക്. സാധാരണ പച്ചക്കറി പനീർ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ഷോപ്പിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ 3-4 സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നുള്ളൂ. ഉഴുന്ന് വാങ്ങിച്ചു, പിന്നെ പനീർ, പച്ചമാങ്ങ വാങ്ങിച്ചു, പിക്കിളിടണം. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് നടക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.